നെല്ല് മൊത്തം തീർന്നോ? തീർന്നു. ഒരു വിത്തൗട്ട് ചായ കൂടെ പറ. ശരി. തീർന്നു പോലും. അറിഞ്ഞോ, ആ പോളി ഫാക്ടറി തുടങ്ങാൻ പോവുക. സത്യമാണോ താനീ പറയുന്നത്? സത്യമാണെന്ന്. ഓ, ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. ഇനി ഈ പഞ്ചായത്തിൽ എനിക്ക് രാഷ്ട്രീയ എതിരാളികൾ ഉണ്ടാവില്ല. ചിരിക്കാൻ വരട്ടെ. ഈ പഞ്ചായത്തിലെ കർഷക ആത്മഹത്യ പരിഹരിക്കാൻ കാർഷിക സംസ്കരണ ഫാക്ടറിയാണ് അവൻ തുടങ്ങാൻ പോകുന്നത്. അത് അവൻ എന്നെ മണ്ണാക്കട്ടെ, വേണേ തുടങ്ങട്ടെ. അല്ലേലും അവന് പറ്റിയ പണി അതാ. ഇതാ പറഞ്ഞത് പ്രസിഡന്റിന് ബുദ്ധിയില്ലാന്ന്. നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നം അവനൊരു ഫാക്ടറി തുടങ്ങി നിസാരമായി പരിഹരിച്ചാൽ ആർക്കാ അതിന്റെ ക്രെഡിറ്റ്? പറ. സീറ്റ് പോകുമെന്ന് മാത്രമല്ല, അവൻ നിന്ന് ജയിക്കുകയും ചെയ്യും, ഈ സീറ്റിൽ വന്നിരിക്കുകയും ചെയ്യും. പ്രസിഡന്റിന്റെ കാര്യം ഇല്ലടോ, അതിന് ഞാൻ അവനെ അനുവദിക്കില്ല. ഇത്രയും നാൾ അവൻ മറ്റുള്ളവരെ കൊണ്ട് പൂട്ടിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി അവനെ ഞാൻ പൂട്ടും, നല്ല ഒന്നാം തരം മണിച്ചിത്രത്താഴിട്ട്. അത് വേണം. അപ്പൊ ഇനി കാര്യത്തിലേക്ക് കടക്കാം. സത്യം പറഞ്ഞ ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ ബാങ്ക് ജപ്തി നടപടിയിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു. ഇതിപ്പോ ആവശ്യക്കാർ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഞാൻ അവരോട് സംസാരിച്ചൊരു തീരുമാനം എടുക്കാം. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ? അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എല്ലാം കൂടി ഒരു 28 ലക്ഷം അത്രേ വരും. ബാങ്കിൽ പലിശ അടക്കം ഒരു 20 ലക്ഷമേ ബാധ്യതയുള്ളൂ. ബാക്കി തുക ഉടമസ്ഥനുള്ളതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാൾക്കതൊരു സഹായമാവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ സാറ് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കിക്കോളൂ. എന്താ പോളി? എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ റെഡിയാ. പിന്നെ ഇവർക്കൊരു പുതിയ ലോൺ കൂടെ വേണ്ടി വരും. അതുകൂടെ സാറൊന്ന് ശരിയാക്കി തരണം. ഓ യെസ്, അതിനെന്താ, ലോൺ കൊടുക്കാനാണല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ. തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസിന്റെ പ്രൊജക്ട് ഡീറ്റെയിൽസ്, പിന്നെ സ്ഥലത്തിന്റെ ആധാരം, പിന്നെ ഒരു 8 ചെക്ക് ലീഫും ഇത്രയും കൊണ്ടുവന്നാൽ മതി. 24 മണിക്കൂറിനുള്ളിൽ ലോൺ റെഡി. അപ്പൊ ശരി സാറേ, ഞങ്ങൾ ഇറങ്ങാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് യങ് മാൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. ഇനി എന്ത് താമസം? കോളിയുടെ എല്ലാരും എത്തിയില്ലേ? തുടങ്ങാം. അശ്വതി ഇതുവരെ എത്തിയിട്ടില്ല. ബെസ്റ്റ്. അവക്ക് സ്റ്റേഷനിൽ എന്തെങ്കിലും തിരക്കുണ്ടാവും. ഇല്ലടാ, അവളെന്ന് ലീവാ. ഓ, എന്നാ പിന്നെ നക്കിനാര് കാണാതെ പോരാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. അതെ, അമ്മ അമ്മാവനൊക്കെ അവിടെ കിടന്ന് ബഹളം വെക്കണം. നിങ്ങളൊന്ന് വേഗം വാ. നീ വന്നേ, ഞാൻ അവനെ വിളിക്കട്ടെ. അപ്പൊ ഇനി സമയം വേണ്ട അല്ല സഖാവേ? അതെ. ബക്കറേ, നീ ആ കത്രിക എടുത്ത് അമ്മച്ചിയുടെ കൈ കൊടുക്കും. അല്ല അമ്മാവ, ഈ രാഹുകാലം കഴിഞ്ഞിട്ട് പോരെ? എന്തോന്നടാ, നമ്മള് ക്രിസ്ത്യാനികൾക്ക് എന്ത് രാഹും കേതുവോ? അത് നീ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ട്. രാഹു എത്തിയല്ലോ, ഇനിയും തുടങ്ങാം. വെയിറ്റ് ചെയ്യണേ. For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.